യഗുണ്ടാപൂർ എന്ന നാട്ടിൽ റാം എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ സന്തോഷി. അവരുടെ മകളുടെ പേര് മായ. അവർ കൃഷി ചെയ്താണ് ജീവിച്ചിരുന്നത്. ഇങ്ങനെ അവർ സന്തോഷത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നു. മായയ്ക്ക് 4 വയസ്സായപ്പോൾ സന്തോഷി വീണ്ടും ഗർഭിണിയായി. ഭാരമുള്ളൊരു വസ്തു എടുക്കുന്നതിനിടയ്ക്ക് സന്തോഷി താഴെ വീഴുന്നു. മായ അമ്മേ അമ്മേ എന്ന് വിളിച്ച് കരയുന്നു. പക്ഷേ അവിടെ ആരും ഉണ്ടാവുകയില്ല. കാരണം എല്ലാവരും കൃഷി ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. മായ ഒരു കുഞ്ഞുകുട്ടിയായതുകൊണ്ട് തന്നെ അവൾക്ക് എന്തു ചെയ്യണമെന്നറിയാതെ അമ്മയുടെ അടുത്തിരുന്ന് കരയുകയായിരുന്നു. ആ സമയത്ത് അമ്മയുടെ കണ്ണുകൾ അടയുന്നു. വൈകുന്നേരം റാം വീട്ടിലേക്ക് വരുന്നു. മായ അമ്മയുടെ അടുത്തിരുന്ന് കരയുന്നത് കാണുന്നു. സന്തോഷി, എന്തു പറ്റി സന്തോഷി? ഇങ്ങനെ വിളിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവൾ മരിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. എല്ലാ ക്രിയകളും കഴിയുന്നു. രാമന്റെ അമ്മ അടുത്ത കുട്ടിക്ക് വേണ്ടി വേറെ ഒരു കല്യാണം കഴിക്കാൻ പറയുന്നു. അപ്പോൾ റാം കൃഷ്ണ എന്ന പേരുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. കൃഷ്ണ മായയെ നന്നായി നോക്കുന്നു. 1 വർഷത്തിനുള്ളിൽ തന്നെ അവൾ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നു. ആ കുട്ടിയുടെ പേര് ലത. ലത വളരുന്നു. മായ അവളെയും കൂട്ടി സ്കൂളിലേക്ക് പോകുന്നു. വളരെ നല്ല സ്കൂളിലാണ് അവർ പഠിച്ചിരുന്നത്. ആ സമയത്തുണ്ടായ വെള്ളപ്പൊക്കം കാരണം രാമന്റെ കൃഷിയൊക്കെ നശിച്ചു പോകുന്നു. അവർ വലിയ കടത്തിലായി. കുട്ടികളെ പഠിപ്പിക്കാൻ പോലും കഷ്ടപ്പെടുകയായിരുന്നു. എന്താ ചെയ്യുക എന്നറിയാതെ അവർ വിഷമിച്ചിരിക്കുകയായിരുന്നു. അത് കണ്ട് മായ ഇങ്ങനെ പറയുന്നു. നിങ്ങൾ വിഷമിക്കരുത്. ഞാൻ പഠിക്കാൻ പോയില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല. അനിയത്തിയെ പഠിപ്പിക്കാൻ വിട്ടാൽ മതി. ഞാൻ നിങ്ങളുടെ കൂടെ കൃഷി ചെയ്യാൻ വന്നോളാം. അത് കേട്ടപ്പോൾ എന്താണ് പറയേണ്ടത് എന്നറിയാതെ അവർ നിൽക്കുന്നു. ഇത്ര ചെറിയ പ്രായത്തിൽ അവൾ എല്ലാം മനസ്സിലാക്കി എന്നവർ വിചാരിക്കുന്നു. ഇങ്ങനെ അവർ സന്തോഷിക്കുന്നു. ലത തനിയെ സ്കൂളിൽ പോകുന്നു. മായ അച്ഛന്റെയും അമ്മയുടെയും കൂടെ കൃഷി ചെയ്യാൻ പോകുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ലത 10ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നു. അത് കണ്ട് അച്ഛനും അമ്മയ്ക്കും സന്തോഷമാകുന്നു. ഉയർന്ന വിദ്യാഭ്യാസത്തിനു വേണ്ടി അവളെ ടൗണിലേക്ക് അയക്കുന്നു. അവൾ അവിടെ ഇന്റർമീഡിയറ്റിന് പഠിക്കുന്നു. ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. ഇത് കേട്ട് ലത വീട്ടിലേക്ക് വരുന്നു. അവർ 3 പേരും അച്ഛന്റെ അടുത്തിരുന്ന് കരയുന്നു. അതിനുശേഷം എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. ഏകദേശം 15 ദിവസത്തിനു ശേഷം ലത തിരിച്ചു പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് കൃഷ്ണ ഇങ്ങനെ പറയുന്നു. ലത, നീ എന്താണ് തിരിച്ചു പോകാത്തത് മോളെ? കുറേ ദിവസമായില്ലേ വന്നിട്ട്? ഇനിയും പോയില്ലെങ്കിൽ പഠിത്തത്തിൽ പിറകിലേക്കാകും. അമ്മേ, എനിക്കിനി പഠിക്കേണ്ട. ഞാൻ ഇവിടെ നിങ്ങളുടെ ഒപ്പം കൃഷി ചെയ്തോളാം. ഇതൊക്കെ കേട്ടപ്പോൾ മായ ഇങ്ങനെ പറയുന്നു. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ കാര്യത്തിൽ ഇവരൊക്കെ എന്തൊക്കെ സ്വപ്നം കണ്ടതാണ്. ചേച്ചി, കുറേ പൈസ ചെലവാകും. ഇപ്പോൾ അച്ഛനുമില്ലല്ലോ. നീ എന്തിനാ പൈസയുടെ കാര്യമൊക്കെ ആലോചിക്കുന്നത്? നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. ഞങ്ങൾ കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഹോസ്റ്റൽ ഫീസൊക്കെ ഞങ്ങൾ അടച്ചുകൊള്ളാം. പിന്നെ നീ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടാവില്ല. നീ നന്നായി പഠിക്ക്. ഇങ്ങനെ പറഞ്ഞ് സാധനങ്ങളൊക്കെ ശരിയാക്കി അവളെ തിരിച്ചുവിടുന്നു. ലത തിരിച്ചുപോയി അവിടെ പഠിക്കുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ വയ്യാതെ കിടപ്പിലാകുന്നു. മോളെ മായേ, ലതയുടെ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞു. അവൾക്ക് നല്ല മാർക്കുണ്ട്. ഇനി അവൾക്ക് എഞ്ചിനീയറിംഗ് അല്ലേ ചെയ്യേണ്ടത്? പക്ഷേ നമ്മുടെ കയ്യിൽ കാശില്ല. അവളോട് തിരിച്ചു വരാൻ പറഞ്ഞേക്ക്. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മേ, ഞാനില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അമ്മയെ നോക്കിക്കൊള്ളാം. ലതയുടെ ചെലവും ഞാൻ നോക്കിക്കൊള്ളാം. ഇങ്ങനെ മായ നന്നായി കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് വീടും നോക്കുന്നു. അതിനോടൊപ്പം തന്നെ മാസാമാസം ലതയ്ക്ക് പണവും അയച്ചു കൊടുക്കുന്നു. അമ്മ വയ്യാതെ കിടക്കുകയാണെന്നുള്ള കാര്യം ലത അറിയാതെ അവൾ നോക്കി. അറിഞ്ഞാൽ ചിലപ്പോൾ പഠിത്തം നിർത്തിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്
അവർ അങ്ങനെ ചെയ്തത്. ഇങ്ങനെ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവൾ എന്റെ പഠിത്തം കഴിഞ്ഞു, ഞാൻ വീട്ടിലേക്ക് വരികയാണ് എന്ന് മായയോട് പറയുന്നു. അപ്പോഴേക്കും അവൾക്ക് വേറെയൊരു കോൾ വരുന്നു. അവൾക്ക് ജോലി കിട്ടിയെന്ന് അവൾ അറിയുന്നു. അപ്പോൾ അവൾ വീട്ടിലേക്ക് പോകാതെ ജോലിക്ക് പോകുന്നു. ഇങ്ങനെ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം കമ്പനി അവൾക്ക് 3 മാസത്തേക്ക് വർക്ക് ഫ്രം ഹോം കൊടുക്കുന്നു. അത് കേട്ട് ലത സന്തോഷിക്കുന്നു. 6 മാസം കഴിഞ്ഞാണ് വീട്ടിലേക്ക് പോകുന്നത്. സന്തോഷം കാരണം അവർക്ക് സർപ്രൈസ് കൊടുക്കാം എന്ന് കരുതുന്നു. അവൾ നാട്ടിലെത്തിയപ്പോൾ തന്നെ അവളുടെ കാറിന്റെ മുന്നിൽ കുറച്ച് പശുക്കൾ വന്നു നിന്നു. ഇവരെന്താ റോഡിന്റെ നടുവിൽ വന്ന് നിൽക്കുന്നത്? ഇങ്ങനെ പറഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ആ പശുക്കളിൽ നിന്ന് ഒരു നാറ്റം വന്നു. ഇത്ര നാറ്റം! ഓഹ്, ഈ നാട് എന്നാ നന്നാവുക! ഇങ്ങനെ പറഞ്ഞ് അവൾ നടക്കുന്നു. ആ സമയത്ത് അവളുടെ ചേച്ചി മായ അവിടേക്ക് വരുന്നു. ആ പശുക്കളെ ഒരു സൈഡിലേക്കാക്കുന്നു. മായയ്ക്ക് അനിയത്തിയെ മനസ്സിലാകുന്നു. പക്ഷേ ലതയ്ക്ക് മായയെ മനസ്സിലാകുന്നില്ല. കാരണം കൃഷി ചെയ്ത് ചെയ്ത് മേലാകെ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു മായ. മായ ലതയെ വിളിക്കുന്നു. നിങ്ങളുടെ സഹായത്തിന് വളരെ നന്ദി. ഇങ്ങനെ പറഞ്ഞ് കുറച്ച് പണം എടുത്ത് കയ്യിൽ പോലും കൊടുക്കാതെ താഴേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ലത അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ മായയ്ക്ക് വിഷമമാകുന്നു. വീട്ടിലേക്കെത്തിയപ്പോൾ അമ്മ കിടക്കുന്നത് കണ്ടു. അമ്മേ, എന്തു പറ്റി? എന്തിനാണ് കിടക്കുന്നത്? അമ്മ അവളെ കണ്ട് സന്തോഷിക്കുന്നു. മോളെ, നീ വന്നോ? ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. നിന്നെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലല്ലോ. ഇങ്ങനെ രണ്ടുപേരും സംസാരിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അമ്മ അവളോട് പറയുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ കഴിഞ്ഞ 6 മാസമായി ജോലി ചെയ്യുകയാണ്. 1 മാസത്തിൽ 1 ലക്ഷം കിട്ടും. എന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞാലും പണം ബാക്കിയുണ്ട്. ചേച്ചി എവിടെ? അവൾ കൃഷി ചെയ്യാൻ പോയിരിക്കുകയാണ് എന്ന് പറയുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് മായ വീട്ടിലേക്ക് വരുന്നു. അവളുടെ അവസ്ഥ കണ്ട് ലത ഇങ്ങനെ പറയുന്നു. ചേച്ചി, കുറച്ചു മുന്നേ കാറിന്റെ മുന്നിൽ വന്നത് ചേച്ചിയാണോ? എന്താണിത്? അയ്യേ, എന്ത് മോശ അവസ്ഥയാണിത്. ഞങ്ങൾ മണ്ണിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുക? അമ്മ, എന്താ ഒന്നും പറയാത്തെ? ഇത് നോക്കിയേ, എന്റെ അവസ്ഥയും ചേച്ചിയുടെ അവസ്ഥയും. പുറത്തേക്ക് പോയാൽ ആരെങ്കിലും പറയോ ഇതെന്റെ ചേച്ചിയാണെന്ന്? അമ്മ ഒന്നും പറയാതെ കിടക്കുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് രണ്ടുപേരും നല്ല വസ്ത്രങ്ങളൊക്കെ ഉടുത്ത് അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുന്നു. ചേച്ചി എന്റെ ഒപ്പം വരേണ്ട ആവശ്യമില്ല. ഞാൻ കാറിൽ പോയിക്കൊള്ളാം. ചേച്ചി നടന്നിട്ട് വന്നോളൂ. ഇങ്ങനെ അവിടുന്ന് പോകുന്നു. അത് കേട്ട് മായയ്ക്ക് ചെറിയ വിഷമമാകുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോകുന്നു. വീടിന്റെ അടുത്ത് ലത ലാപ്ടോപ്പിൽ ജോലി ചെയ്യുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവളുടെ കൂട്ടുകാരികൾ അവളുടെ വീട്ടിലേക്ക് വരുന്നു. വീട് കണ്ട് അവർക്ക് ഒരുപാട് ഇഷ്ടമാകുന്നു. ലത അവരെ അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തോന്നിയില്ല. അപ്പോഴേക്കും അവളുടെ ചേച്ചി അവിടേക്ക് വന്നു. ആരാണ് ഈ കുട്ടി? ഇവിടുത്തെ ജോലിക്കാരിയാണോ? അതെ, ഇവിടുത്തെ ജോലിക്കാരിയാണ്. അത് കേട്ട് അവളുടെ അമ്മയും ചേച്ചിയും സങ്കടപ്പെടുന്നു. അവർ കുറെ നേരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവിടുന്ന് പോയത്. അമ്മ അവളെ ദേഷ്യത്തിൽ വിളിക്കുന്നു. നീ എന്താ എന്നെ പരിചയപ്പെടുത്താതിരുന്നത്? എന്തിനാ ചേച്ചിയെ ഇവിടുത്തെ വേലക്കാരിയാണെന്ന് പറഞ്ഞത്? നീ ഇപ്പൊ വലിയ ജോലിക്കാരിയായി എന്ന് വെച്ച് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മേ, ഞാൻ എങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഇത് ചേച്ചിയാണെന്ന് പറയാ? അവളുടെ കോലം നോക്കിയേ. നിനക്ക് ഇത്തിരി പോലും നന്ദിയില്ലേ? ചെറുപ്പത്തിൽ നിന്റെ പഠിത്തത്തിനു വേണ്ടി ഇവളുടെ പഠിത്തം വേണ്ടെന്ന് വെച്ചു. അച്ഛൻ മരിച്ചിട്ടും ഞാൻ കിടപ്പിലായപ്പോഴും അവളാണ് ജോലി ചെയ്ത് ഈ കുടുംബം നോക്കിയത്. 6 വർഷങ്ങളായി അവൾ നിനക്ക് ചെലവിന് തരുന്നില്ലേ? ഇപ്പോൾ അവൾ നിനക്ക് വേലക്കാരിയായി. ഈ ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നീ ഓർത്തിട്ടുണ്ടോ? അത് കേട്ട് ലത ഒന്നും പറയാതെ അകത്തേക്ക് പോകുന്നു. അമ്മ മായയോട് ഇങ്ങനെ പറയുന്നു. എന്റെ പൊന്നുമോളെ,
നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ കാരണമാ അവൾ ഇങ്ങനെ വഷളായത്. ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുന്നു. അമ്മേ, ശരിയല്ലേ അവൾ പറഞ്ഞത്? ഇത്രയും പണക്കാരായ ആളുകളുടെ മുന്നിൽ ഞാൻ ചേച്ചിയാണെന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? അതൊക്കെ വിട്ടേക്ക്. ലത രാത്രി മുഴുവൻ ഇതാലോചിച്ച് വിഷമിക്കുന്നു. മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നു. അമ്മ സത്യമാണ് പറഞ്ഞത്. എൻ്റെ ചേച്ചി എനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ചേച്ചിയാണെന്ന് പറയാൻ ഞാൻ എന്തിനാ നാണിക്കുന്നത്? എൻ്റെ ചേച്ചി കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ഇത്രയും എന്നെ വളർത്തി വലുതാക്കിയില്ലേ? ഞാൻ ചേച്ചിയെ അപമാനിക്കുകയാണ് ചെയ്തത്. ചേച്ചിയെ മാത്രമല്ല, എല്ലാ കർഷകരെയും. ലത ഇങ്ങനെ മനസ്സിലോർത്ത് ഉറങ്ങുന്നവളുടെ ചേച്ചിയുടെ അടുത്ത് പോയി കാലു പിടിച്ച് കുറെ കരയുന്നു. ചേച്ചി എഴുന്നേൽക്കുന്നു. ലത, എന്തുപറ്റി? മായ കരഞ്ഞുകൊണ്ട് പറയുന്നു. ചേച്ചിയെ ഞാൻ കുറെ അപമാനിച്ചു. കുറെ കാര്യങ്ങൾ പറഞ്ഞ് എന്നോട് ക്ഷമിക്കൂ. അത് കേട്ട് അവളൊരു ശാന്തയാകാൻ മായ പറയുന്നു. അതിനുശേഷം ലത ജോലി ചെയ്ത് വീക്കെൻഡിൽ മായയുടെ കൂടെ കൃഷിക്ക് സഹായിക്കാൻ പോകുന്നു. അത് കാരണം അവർ സന്തോഷത്തിലും അഭിമാനത്തിലും ജീവിക്കുന്നു. അവർ രണ്ടുപേരും നന്നായി ജീവിക്കുന്നു. അവർ ഇങ്ങനെ ജീവിക്കുന്നത് കണ്ട് അമ്മയ്ക്കും വളരെയധികം സന്തോഷമാകുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ കഥകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.